സുഹൃത്തുക്കളെ, ഇന്ന് നമ്മോടൊപ്പം എന്നെന്നും നിങ്ങളോടൊപ്പം നിലനിൽക്കുന്ന ഒരു കഥയുണ്ട്. പരാജയങ്ങളുടെയും ദൃഢനിശ്ചയതയുടെയും വിജയത്തിൻ്റെയും കഥ. അതാണ് തോമസ് ആൽവ എഡിസന്റെ കഥ. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് മാത്രമാണ് എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1847 ഫെബ്രുവരി 11 മിലാനിൽ ഒഹോയിൽ ജനിച്ച തോമസ് എഡിസൺ 7 സഹോദരങ്ങളിൽ ഇളയവനായിരുന്നു. അദ്ദേഹം മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അനന്തമായ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റുള്ളവരെ ഉത്തരം മുട്ടിക്കുമായിരുന്നു. സൂര്യൻ എന്തുകൊണ്ട് പ്രകാശിക്കുന്നു? എന്തുകൊണ്ട് പക്ഷികൾ പറക്കുന്നു? എന്തുകൊണ്ട് ക്ലോക്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്നു? എന്നാൽ അധ്യാപകർ എഡിസണിലെ ജിജ്ഞാസയെ ഒരു സമ്മാനമായി കാണാതെ ദേഷ്യത്തോടെ തോമസിൻ്റെ അമ്മയോട് പറയുമായിരുന്നു, തോമസിന് പഠിക്കാനും മറ്റു കുട്ടികളെപ്പോലെ ചിന്തിക്കാനും സാധിക്കില്ല എന്ന്. പലരും സ്കൂളിൽ നിന്ന് ഉപേക്ഷിക്കുമായിരുന്നു. എന്നാൽ തോമസിൻ്റെ അമ്മ നാൻസി എഡിസൺ തൻ്റെ മകനെ പൂർണ്ണമായി വിശ്വസിക്കുകയും സ്വന്തം മകനെ സ്വയം പഠിപ്പിക്കാനും തീരുമാനിച്ചു. നാൻസി തൻ്റെ മകനോട് പറഞ്ഞു, നീ മന്ദഗതിക്കാരനല്ല, നീ ഒരു പ്രതിഭാധനനാണ്. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തെ നീ കാണുന്നു. സ്കൂളിലെ അധ്യാപകരെക്കാൾ കൂടുതൽ അറിവ് നിനക്കുള്ളതിനാൽ സ്കൂളിൽ പോകേണ്ടതില്ല. ഒരു ദിവസം നീ ഒരു വിശേഷപ്പെട്ട വ്യക്തിയാകുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കും. അങ്ങനെ ആ വാക്കുകൾ തോമസിൻ്റെ ഹൃദയത്തിൽ ഒരു തീ കൊളുത്തി. എൻ്റെ അമ്മയാണ് എന്നെ സൃഷ്ടിച്ചതെന്നും എന്നിൽ ഒരുപാട് വിശ്വാസം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുവെന്നും എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒരു പ്രേരണ തന്നത് അമ്മയാണെന്നും തോമസ് പിന്നീട് പറയുന്നു. നിരാശ തോന്നാതിരിക്കാൻ കാരണം തന്നെ അമ്മ തന്നെയായിരുന്നു. എന്നാൽ അമ്മ മരിച്ച് വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ സ്കൂളിൽ നിന്ന് വന്ന ഒരു പഴയ കത്ത് എഡിസന് കിട്ടി. അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത്: നിങ്ങളുടെ മകൻ മാനസിക രോഗിയും സ്കൂളിൽ പോകാൻ യോഗ്യനുമല്ലെന്നും ഞങ്ങൾ അവനെ ഇനി പഠിക്കാൻ അനുവദിക്കുകയുമില്ല എന്നും ആണ് അതിലെഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ കടുപ്പമേറിയ സത്യം പറയുന്നതിനു പകരം തോമസിനോട് കള്ളം പറഞ്ഞു. അവർക്ക് നിന്നെ പഠിപ്പിക്കാൻ മതിയായ അധ്യാപകരില്ല എന്ന്. ആ നുണയാണ് എഡിസനെ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം നൽകിയത്. നാൻസി തൻ്റെ മകനു വേണ്ടി ഒരു ചെറിയ ക്ലാസ് മുറി വീട്ടിൽ സൃഷ്ടിച്ചു. അതിൽ പുസ്തകങ്ങൾ നിറച്ച് പരിവേഷണം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കൊച്ചു തോമസ് ശാസ്ത്രത്തോടുള്ള അഭിനിവേശത്താൽ 10 വയസ്സുള്ളപ്പോൾ തന്നെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ ഒരു ആദ്യത്തെ തൻ്റെ ലബോറട്ടറി നിർമ്മിച്ചു. അവിടെ മണിക്കൂറോളം ചിലവഴിക്കുകയും പലപ്പോഴും വിചിത്രമായ ഗന്ധങ്ങളും സ്ഫോടനങ്ങളും അവിടെ നിന്ന് ഉണ്ടാകുമായിരുന്നു. തോമസ് ഒരു ശാസ്ത്രജ്ഞൻ മാത്രമല്ല ആയിരുന്നത്, ഒരു സംരംഭകൻ കൂടിയായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ കുടുംബത്തെ സഹായിക്കാൻ ട്രെയിനുകളിൽ പത്രങ്ങളും ലഘുഭക്ഷണങ്ങളും വിൽക്കാൻ തുടങ്ങി. ഒരു ദിവസം ട്രെയിനിൽ ബഗേജുകളിൽ ഒരു മിനി ലാബ് സ്ഥാപിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ട്രെയിനിൽ തീപിടുത്തം വരെ ഉണ്ടാക്കി. തുടർന്ന് കണ്ടക്ടർ പുറത്താക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ തോമസിന് കേൾവിശക്തി നഷ്ടപ്പെട്ടു. സ്കാർലറ്റ് പനി മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് ചിലർ പറയുന്നു. എന്നാൽ തോമസ് അതൊരു അനുഗ്രഹമായി കാണുകയും ഭദ്രത ശ്രദ്ധാശൈഥില്യങ്ങളിൽ നിന്ന് രക്ഷിച്ച് തൻ്റെ എക്സ്പെരിമെൻറ്റിൽ കൂടുതൽ ഏകാഗ്രതയോടെ ഏർപ്പെടുവാൻ സഹായിക്കുമെന്നും വിശ്വസിച്ചു. ഒരിക്കൽ എഡിസൺ 3.5 വയസ്സുള്ള ഒരു കുട്ടിയെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ റെയിൽവേയിൽ നിന്ന് രക്ഷിച്ചു. ആ കുട്ടിയുടെ പിതാവ് ടെലിഗ്രാഫ് ഓപ്പറേറ്റർ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം എഡിസന് ഒരു ടെലിഗ്രാഫ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തി. ഇതൊരു വഴിത്തിരിവായി എഡിസന്. അതിനാൽ പരീക്ഷണങ്ങൾ തുടരുന്നതിനിടയിൽ തന്നെ ഉപജീവനമാർഗം കണ്ടെത്തുന്നതിൽ ഇത് സഹായിച്ചു. ആദ്യകാല കണ്ടുപിടുത്തങ്ങൾ വിജയിച്ചിരുന്നില്ല. ആരും അത് വാങ്ങാൻ ആഗ്രഹിക്കാത്തതിനാൽ ഇലക്ട്രിക് വോട്ട് റെക്കോർഡർ പരാജയപ്പെട്ടു. എന്നാൽ അതിൽ നിന്നും എഡിസൺ ഒരു കാര്യം പഠിച്ചു: ആളുകൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരിക്കലും ഞാൻ കണ്ടുപിടിക്കുകയില്ല എന്ന്. ഒരു ഘട്ടത്തിൽ പണമില്ലാതെ സുഹൃത്തിൻ്റെ ബേസ്മെൻറ്റിൽ വരെ അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ട്. തന്നിലുള്ള വിശ്വാസം അപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തോറ്റു കൊടുക്കുന്നതല്ല വിജയിക്കാനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗം, ഒരിക്കൽ കൂടി ശ്രമിക്കുക എന്നതാണ് വേണ്ടത് എന്നുള്ള ഉറച്ച ബോധ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു വലിയ വിജയം എന്നുള്ളത് സാമ്പത്തിക വിപണിയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായ സ്റ്റോക്ക് ടിക്കർ മെച്ചപ്പെടുത്തിയപ്പോഴാണ്. അതിലൂടെ അദ്ദേഹം ഒരുപാട് സമ്പാദിക്കാൻ സാധിക്കുകയും ന്യൂജേഴ്സിയിലെ മെനോ പാർക്കിൽ ഒരു ലബോറട്ടറി സ്വന്തമായി സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെയാണ് തോമസിൻ്റെ ലൈഫിലെ മാന്ത്രികത സംഭവിക്കുന്നത്. എഡിസൺ രാവും പകലും ജോലി ചെയ്യുകയും
കുറച്ചു മാത്രം ഉറങ്ങിയും ഭാഗ്യത്തിൽ വിശ്വസിക്കാതെ കഠിനാധ്വാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എഡിസൺ തൻ്റെ യാത്ര തുടർന്നു. ഒരു ജീനസിന് വേണ്ടത് 1% ഇൻസ്പിറേഷനും 99% പെർസ്പിറേഷനുമാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മെനോ പാർക്ക് അദ്ദേഹം തൻ്റെ കണ്ടുപിടുത്തം ഫാക്ടറി എന്ന് വിളിച്ച് ലബോറട്ടറിയിൽ ലോകത്തെ എന്നേക്കുമായി മാറ്റുന്ന ഒരു ഉപകരണം കണ്ടുപിടിക്കുന്നതിൻ്റെ തിരക്കിലായി. എഡിസണും സംഘവും അക്ഷീണമായി തന്നെ പ്രവർത്തിച്ചു. ഇലക്ട്രിക് ബൾബ്. പക്ഷേ ബൾബ് സൃഷ്ടിക്കുന്നതിനുള്ള വഴി എളുപ്പമല്ലായിരുന്നു. ഫിലമെൻറ്റിന് അനുയോജ്യമായ മെറ്റീരിയൽ കണ്ടെത്താൻ എഡിസണും സംഘവും 1000-ലധികം പരീക്ഷണങ്ങൾ നടത്തി. ഓരോ പരീക്ഷണങ്ങളും അദ്ദേഹത്തെ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. ബൾബ് പ്രവർത്തിക്കാത്ത 1000 വഴികൾ എനിക്കറിയാമായിരുന്നു എന്നാണ് തന്നെ കളിയാക്കിയവരോട് അദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെ 1879 എഡിസൺ ഒടുവിൽ വിജയിച്ചു. 13.5 അവേഴ്സിൽ കത്തിക്കുന്ന ഒരു ബൾബ് അദ്ദേഹം സൃഷ്ടിച്ചു. മുമ്പ് ആരും നേടിയിട്ടില്ലാത്തൊരു നേട്ടം. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. 1000 വട്ടം പരാജയപ്പെട്ടതിന് ശേഷം തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ നേട്ടത്തിലുള്ള സന്തോഷം. തുടർന്ന് അദ്ദേഹം എല്ലാ വീടുകളിലും തെരുവുകളിലും വെളിച്ചം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എഡിസൺ ലോകത്തിൻ്റെ ആദ്യത്തെ വൈദ്യുത നിലയം നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ 1882 നൂറുകണക്കിന് വീടുകളിൽ ആദ്യമായി പ്രകാശിച്ചു. അങ്ങനെ മെഴുകുതിരികൾക്കും ഗ്യാസ് ലാമ്പുകൾക്കും വിട പറഞ്ഞ് വൈദ്യുതിയുടെ മാന്ത്രികതയെ അറിയാൻ എല്ലാവർക്കും സാധിച്ചു. എന്നാൽ തോമസിൻ്റെ വ്യക്തിജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. 1871 അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി സ്റ്റിൽവെൽ 27 വയസ്സിൽ വിട പറഞ്ഞു. അവളുടെ മരണം എഡിസനെ തകർത്തു. അദ്ദേഹം അവളെ ആഴമായി സ്നേഹിച്ചിരുന്നു. ആ വേദനകളിൽ നിന്ന് മറികടക്കുവാൻ തൻ്റെ ജോലിയിൽ സ്വയം മുഴുകി. തുടർന്ന് 2 വർഷത്തിന് ശേഷം 19 വയസ്സ് ഇളവുള്ള മീന എന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്തു. എഡിസൺ നേരിട്ട ഒരു വലിയ യുദ്ധങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ മുൻ ജീവനക്കാരനായ നിക്കോള ടെസ്ലയുടെ AC കറൻറ്റിനെ പിന്തുണച്ചപ്പോൾ താൻ DC കറൻറ്റിനെ സപ്പോർട്ട് ചെയ്തതാണ്. 2 കണ്ടുപിടുത്തക്കാരുടെ മത്സരം ശാസ്ത്രലോകത്തിലെ പ്രശസ്തമായ സംഘർഷങ്ങളിലെ ഒന്നായി. അവസാനം AC കറൻറ്റാണ് വൈദ്യുത വിതരണത്തിൻ്റെ മാനദണ്ഡമായത്. ഈ യുദ്ധത്തിൽ എഡിസൺ പരാജയപ്പെട്ടെങ്കിലും 1877 ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു. ശബ്ദം റെക്കോർഡ് ചെയ്യാനും പ്ലേ ചെയ്യാനും കഴിയുന്ന ആദ്യത്തെ യന്ത്രം. ആളുകൾ അതിനെ അത്ഭുതം എന്ന് വിളിച്ചു. മെനോ പാർക്കിലെ വിസാർഡ് എന്ന പേര് അങ്ങനെ ആൽബർട്ടിന് നേടിക്കൊടുത്തു. തുടർന്ന് ഇത് സംഗീത വിനോദ വ്യവസായങ്ങൾക്ക് വഴിയൊരുക്കി. 1914 എഡിസൺ തൻ്റെ ലബോറട്ടറിയിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായതായി അറിഞ്ഞു. 67 വയസ്സുള്ളപ്പോൾ തൻ്റെ കത്തുന്ന ലാബിന് പുറത്ത് വർഷങ്ങളുടെ അധ്വാനം നശിക്കുന്നതും ചാരമായി മാറുന്നതും നോക്കി നിൽക്കേണ്ടി വന്നു. ഇതിനിടെ മകനോട് അദ്ദേഹം ഒരു സ്വകാര്യം പറഞ്ഞു. അമ്മയെയും സുഹൃത്തുക്കളെയും കൊണ്ടുവരൂ. അവർ ഇനി ഒരിക്കലും ഇതുപോലൊരു തീ കാണില്ല. പുനർനിർമ്മാണം ആരംഭിച്ച അടുത്ത ദിവസം തന്നെ എഡിസൺ നഷ്ടത്തെക്കുറിച്ച് വിലപിക്കാതെ മുന്നോട്ട് തന്നെ എന്ന് തീരുമാനിച്ചു. എഡിസനെ ഒരു ഇതിഹാസമാക്കി മാറ്റിയത് 1000 പാറ്റൻസ് ഫയൽ ചെയ്യാൻ തൻ്റെ ജീവകാലത്ത് സാധിച്ചു എന്നത് തന്നെയാണ്. പിന്നീട് എഡിസൺ പുനരുപയോഗ ഊർജത്തിൻ്റെ വക്താവായി മാറി. ബാറ്ററികളും സുസ്ഥിരമായ ഊർജ സ്രോതസ്സുകളും പരീക്ഷിച്ചു. 80കളിൽ പോലും തൻ്റെ അഭിനിവേശത്തിൽ ഏറ്റക്കുറച്ചിലുകളില്ലായിരുന്നു. 1931 ഒക്ടോബർ 18 തോമസ് എഡിസൺ 84-ാം വയസ്സിൽ അന്തരിച്ചു. ഒരു യുഗത്തിൻ്റെ അന്ത്യം എന്നാണ് ആ മരണത്തെ വിശേഷിപ്പിച്ചത്. പരാജയം വിജയത്തിൻ്റെ വിപരീതമല്ലെന്നും അതൊരു ഭാഗമായി തന്നെയാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മരണസമയത്ത് എഡിസൺ 1093 പാറ്റന്റുകൾ നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഭ കണ്ടുപിടുത്തങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല, ആ കണ്ടുപിടുത്തങ്ങൾ ലോകത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ആധുനിക ഇലക്ട്രിക്കൽ ഗ്രിഡിന് അടിത്തറയിട്ടത്. ആശയവിനിമയത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. റെക്കോർഡ് ചെയ്ത സംഗീതം പിക്ചേഴ്സ് നിറങ്ങിയ വ്യവസായങ്ങൾക്ക് ജന്മം നൽകി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ മുതൽ ഇലക്ട്രിക് കാർ വരെയുള്ള പല സാങ്കേതിക വിദ്യകളുടെ ഉത്ഭവം എഡിസന്റെ കണ്ടുപിടുത്തങ്ങളിലേക്ക് നമ്മെ തിരികെ നടത്തുന്നു. മെൻലോ പാർക്കിലെ അദ്ദേഹത്തിൻ്റെ ലബോറട്ടറി ലോകത്തിലെ ആദ്യത്തെ ഗവേഷണ വികസന കേന്ദ്രങ്ങളിലൊന്നാണ്. അദ്ദേഹം നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ഇതുമാത്രമാണ്: ഏറ്റവും വലിയ ദൗർബല്യം ഉപേക്ഷിക്കുന്നതിലാണ്. വിജയിക്കാനുള്ള ഏറ്റവും ഉറപ്പായ മാർഗം ഒരിക്കൽ കൂടി ശ്രമിക്കുക എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര രാത്രിയിൽ
അമേരിക്കയിലുടനീളം പ്രതിഭയാൽ പ്രകാശിതമായ തെരുവുകൾ ഇരുട്ടിലാക്കി മൗനം അർപ്പിച്ചു. പരാജയത്തിൽ നിന്ന് പഠിക്കുകയും സ്വയം വിശ്വസിക്കുകയും ചെയ്യുക. പരാജയത്തെ സ്വീകരിച്ച് പരാജയം അവസാനമല്ലെന്നും വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്നും എഡിസൺ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതകഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.